ഹലോ, വീടിൻ്റെ ടോപ്പിൽ കയറേണ്ട ഒരു ആവശ്യമുണ്ടായി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നല്ലൊരു കിടുക്കൻ വ്യൂ എന്ന് തന്നെ പറയാം. നമുക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ആ വ്യൂ അങ്ങനെ കണ്ട് ആസ്വദിച്ചിരുന്നപ്പോൾ നേരെ മേലെ പോയപ്പോൾ നല്ല മഴക്കാറ്. പിന്നെ ഒന്നും നോക്കില്ല, നേരെ താഴത്തേക്ക് തന്നെ ഓടി. മഴ പെയ്യണേന് മുമ്പ് താഴെ എത്തിയപ്പോൾ തന്നെ പറയണ്ട, മഴ പെയ്യാൻ തുടങ്ങി. നല്ലൊരു മഴ പെയ്യുന്നതിനെ പറയാം. പിന്നെ പറയണ്ടല്ലോ, ഇനി മഴക്കാലമാണ്, മഴ സ്വാഭാവികമായിട്ട് പെയ്തും കുറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കും. പിന്നെ നോക്കിയില്ല, നേരെ കിച്ചണിലേക്ക് കയറിയപ്പോൾ കിച്ചണിലാണ് ഈ കറിയൊക്കെ സെറ്റായിക്കൊണ്ടിരിക്കുന്നത്. ഒരു സൈഡാണ് ഈ അപ്പവും സെറ്റായിക്കൊണ്ടിരിക്കുന്നത്. അല്ല, അങ്ങനെ ഓർത്തപ്പോഴാണ് ഇസുവിനെ ടി വി കാണിക്കാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നെ ഇസുവിന് അനക്കില്ലല്ലോ. നോക്കിയപ്പോൾ എന്താ അടിയേ വന്നപ്പോൾ തന്നെ ഇസു സെറ്റിൽ കയറി നല്ല ഉറക്കം. ടി വി ആണെങ്കിൽ വെറുതെ ഓണായിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ വേഗം റെഡിയൊക്കെ ആയി. എനിക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട അത്യാവശ്യം ഒരു കാര്യം ഉണ്ടായി. പിന്നെ നേരെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയി. ഇക്കാക്ക ഉണ്ടായില്ല, അപ്പോൾ അനിയനാണ് വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ അനിയനാണ് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്. അപ്പോൾ ഫ്രണ്ടിലാണ് യാതും ഇസു ഫ്രണ്ടിലിരിക്കുന്നത്, ഞാനും ഉമ്മയും ബാക്കിലിരിക്കുന്നു. അങ്ങനെ ഹോസ്പിറ്റലെത്തിയപ്പോഴാണെങ്കിൽ ഡോക്ടറെ കാണാൻ വലിയ തിരക്കൊന്നും ഉണ്ടായില്ല. നേരെ ഞങ്ങൾ ചെന്ന് ടോക്കൺ എടുക്കാനുള്ള താമസം ഉണ്ടായുള്ളൂ. നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായി, അതുകൊണ്ട് വലിയ വിഷയം ഉണ്ടായില്ല. പിന്നെ നേരെ ഞങ്ങൾ ടോക്കണൊക്കെ എടുത്ത് ഡോക്ടറുടെ റൂമിലേക്ക് നേരെ എത്തിയപ്പോൾ അതാ ഡോക്ടറാണെങ്കിൽ അത്യാവശ്യം അർജൻറ്റ് കേസായിട്ട് എന്തോ സർജറിക്ക് എന്താണ്ട് പോകേണ്ടി. പിന്നെ ഞങ്ങളുടെ വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇസുവാൾക്കാണെങ്കിൽ ഉറക്കം വന്നിട്ട് രക്ഷയില്ല. പിന്നെ ഡോക്ടറെല്ലാം കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ മെഡിസിൻ വാങ്ങിക്കാൻ പോയി കയറുന്നു. അപ്പോൾ നേരെ അവർക്ക് ഫുഡല്ല, എന്തെങ്കിലും ചായ എന്തെങ്കിലും കുടിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നേരെ ഇസും ഉമ്മയും കൂടി അവിടെ കടയിൽ കയറി ചായ നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനവിടെ മെഡിസിൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അവർ ആൻറ്റിമാരെ കണ്ടപ്പോൾ ഇസു സംസാരിച്ച് ഇരുന്നപ്പോൾ എന്നെ കണ്ടപ്പോൾ അവൻ എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ നിന്നോ നീന്ന് പറഞ്ഞു. പിന്നെ അവൻ ഉമ്മയായിട്ട് നിന്നപ്പോൾ ഉമ്മി എനിക്കും കൊണ്ടുവന്നൊരു ചായയാണ്. പിന്നെ ഞാനും അവിടെ നിന്ന് ചായയും കുടിച്ച്. അപ്പോൾ എൻ്റെ മെഡിസിനാണെങ്കിൽ ടൈം എടുക്കുമ്പോൾ ഓരോ ടോക്കൺ അനുസരിച്ചാണ് മെഡിസിൻ കിട്ടുക. അങ്ങനെ മെഡിസിൻസൊക്കെ വാങ്ങിച്ച് ഞാനും ഉമ്മയും പിള്ളേയും കൂടി താഴത്തേക്ക് ഇറങ്ങി. അപ്പോൾ അനിയൻ വരണുള്ളൂ അവിടെ നിന്ന് വണ്ടിയും കൊണ്ട്. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നേരെ ബായ്.